മധുരം കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു റെസിപ്പി. ഇതിലേക്ക് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്തിട്ട് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു പാനിൽ ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കാടമും ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ 1/3 ഭാഗമാണ്. അതിൽ നമുക്ക് അരിപ്പൊടിയോ റവപ്പൊടിയോ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചൊന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിനെ ചെറിയ ബൗൾസ് ആക്കി നമുക്കൊരു സ്റ്റീമറിലോ ഇഡലി തട്ടിലോ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഒരു 1/2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 300 ml പാലൊഴിച്ച് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഈ ബൗൾസ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ടാവും.